ഞാൻ ഇവിടെ IPL കാണാൻ വന്നു പോവച്ചേ ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ കാര്യം? ഇടി ചാരു ഇവിടെ ബോധമില്ലാണ്ട് നടക്കുവാന്ന്. അല്ലെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴാ എന്റെ പൊന്നളിയ ബോധം ഉള്ളത്? എന്റെ അളി അങ്ങേര് പറഞ്ഞ അവിടെ ഗുളിക കഴിച്ചിട്ട് നടക്കുവാന്ന്. ഗുളിക? എന്ത് ഗുളിക? ആർക്കറിയാം. നീ ആ സാധനം എടുത്താ? ഇല്ല അളിയ, എന്റെ പൊന്നളിയനല്ലേ, നീ ഇത് കയ്യിലിട്ടിട്ട് ഒന്ന് എനിക്ക് എടുത്തു തരുമോ? നല്ല ഗുഡ് ഐഡിയ, നീ തന്നെ അങ്ങ് എടുത്താ മതി. അല്ല സൊലി, അവളെന്ത് ഗുളിക കഴിച്ചിട്ട് കിടക്കാൻ? ബ്രോ എന്തോന്ന് കാണിക്കുന്നേ നിങ്ങള്? അല്ല ഇത് തുറക്കാൻ പറ്റില്ല, ഇത് താക്കോൽ എടുത്തോണ്ടാ. താക്കോൽ എടുത്തോണ്ടാ? അകത്തേന്ന് കുറ്റിയിട്ടേക്കല്ലേ, പിന്നെ എങ്ങനെ തുറക്കാനാണ്? അത് ശരിയാണല്ലോ, അകത്തുനിന്ന് കുറ്റിയില്ല, അത് ഞാൻ വിട്ടും പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? വല്ലതും നടക്കുവോ? വല്ലതും നടക്കുമെന്ന് പറഞ്ഞാൽ ഇതിപ്പോ താക്കോലില്ലാതെ തുറക്കാൻ പറ്റൂല, അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കണം. ഇനി ഞാൻ ഇതെങ്ങനെ തുറക്കും? ചവിട്ടി തുറക്കടോ. ചവിട്ടി തുറക്കാൻ? അല്ല ഇതിപ്പോ ഈ വാതിൽ തേക്കാണ് ഈട്ടിയാണ്. അറിഞ്ഞിട്ട് എന്തിനാ? അല്ല ഈ ചവിട്ടാനുള്ള പവർ എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയാം. തേക്കിന് വീട്ടിക്കും വ്യത്യസ്തമാണ്, ഓരോ പവറല്ലേ ഇത്. എന്റെ പൊന്നളിയ, ഇങ്ങാരെ കൊണ്ട് ഇത് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ തള്ളു മാത്രമേ ഉള്ളൂ. ഹലോ, എന്റെ അടുത്ത് ഒരുമാതിരി സംസാരിക്കരുത്. ഇതിന്റെ അപ്പുറം വാതിൽ ഞാൻ ചവിട്ടി പൊളിച്ചിട്ടുണ്ട്, അതിൽ കേസും പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കും. എന്നെ ചെയ്ത് കാണിക്കും. അല്ല ഇപ്പൊ എനിക്ക് ചവിട്ടി പൊളിക്കുന്നതിൽ വിഷമം ഉണ്ടായിട്ടല്ല, ഞാൻ ചവിട്ടി പൊളിച്ച അവസാനം അമ്മാവന് ഏതൊരു നഷ്ടം ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അമ്മാവന് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ആണോ? ചവിട്ടി പൊളിക്കാം, പൊളിക്ക്, ബാക്കിക്ക് പിന്നെ നോക്കാം, നമുക്കത് പൊളിക്ക്. അല്ല ഇനി അഥവാ ഞാൻ ചവിട്ടി പൊളിക്കുന്ന ഞാൻ ചവിട്ടുന്ന ആ സമയത്തിന് തന്നെ ഈ ചാരു ഒന്ന് വാതിൽ തുറക്കുന്നതും ചവിട്ടുന്നതും ഒരുമിച്ചാണെങ്കിൽ അത് പ്രശ്നമാവൂലേ? അത് അവൾ അങ്ങനെ വരൂലെന്ന് നിങ്ങൾ ആദ്യം ചവിട്ടത്. ഒരുപാട് സിനിമകളിൽ അങ്ങനെ സംഭവിച്ചു. എന്റെ പൊന്ന് ചേട്ടാ, അതൊക്കെ സിനിമയിലല്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞ പിന്നെ ചെയ്തല്ലേ പറ്റൂ. തുറന്നാ നോക്കിയാണ്. ഇല്ല ഇല്ലേ, ഒന്നുകൂടെ ആഞ്ഞു പിടിക്കും, ചവിട്ടോ. മാറിയില്ലേ? ഓക്കെ ആണോ? റെഡിയാണോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതുപോലെ അവള് ഈ വാതിൽ തുറന്ന് ഇതുപോലെ 2-3 പോയി 3-4 പേര് വീഴുന്നത് ഞാൻ പല സിനിമ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിലും പറ്റിയ ചാരു തൈലമല്ലേ മേടിക്കണോ? നടു ഒന്നും പറ്റിയില്ലേ? നിനക്കെന്തോ ആപത്ത് പറ്റിയെന്ന് പറഞ്ഞ് രക്ഷിക്കാൻ വന്നതാ ഞങ്ങള്. എനിക്കൊരു ആപത്തും പറ്റിയിട്ടില്ല, മനുഷ്യ സമാധാനമായിട്ടൊന്ന് കിടന്നതായിരുന്നു. നീ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ? പിന്നെ എടി അത് ചാർജ് തീർന്ന് ഓഫായി പോയതാ. നീ ബോട്ടിലൊക്കെ പിന്നെ എന്ത് തള്ളിയിട്ടോ? നീ എന്റെ കൈ തട്ടി താഴെ വീണായിരിക്കും. ഞങ്ങള് വിചാരിച്ചല്ല, ഞാൻ വിചാരിച്ചു ഇന്നലത്തെ കാര്യങ്ങളൊക്കെ നടന്നപ്പോ നീ എന്തേലും അബദ്ധം ചെയ്തെന്ന്. ആ അതും പോയി പറഞ്ഞല്ലേ? കറക്റ്റായിട്ട് പോയി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഈ കൊട്ടിയെടുത്ത് മാത്രമേ പറഞ്ഞു. അല്ല ഇന്നലെ എന്ത് പറ്റിയെന്ന്? ഹോ, ഇന്നലെ നേരം വെളുക്കും വരെ ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? ചുമ്മാ രസത്തിന്. നീ എന്തിനും തെമ്മാടത്തിനും കാണിച്ചിട്ടുണ്ടാവും. അതേടി, നിനക്കെന്താ? ആടി, ഞാൻ ഇത് കേൾക്കണം. നിന്നെ രക്ഷിക്കാൻ വന്നത് ഞാൻ ഇത് തന്നെ കേൾക്കണം. ആഹാ, നീ എന്നെ രക്ഷിക്കാൻ നീ ഒരു വണ്ടർ വുമാണോ? എടി നിന്നെ ഞാൻ മതി. നിനക്ക് സാധനം എടുക്കണ്ടേ? നിന്നെ സാധനം എടുക്കാൻ പോയി. മറന്നുപോയി. ഇറങ്ങി പോടി. ഇവ നിൽക്കുന്നുള്ള മറുപടി ഞാൻ പറയുന്നില്ല ചാരു. നീ പോടി. ഓ